കഞ്ഞിക്കുഴിയിൽ നെല്ലിന് അജ്ഞാത രോഗം. 40 ഹെക്ടറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. ഇടുക്കിയുടെ നെല്ലറയായി അറിയപ്പെടുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പാടശേഖരത്താണ് നിരവധി കർഷകരുടെ കൃഷി നശിച്ചത്. കൃഷി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും രോഗം കണ്ടെത്താനായില്ല. സർ സിപിയുടെ കാലത്ത് ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി സർക്കാർ നേരിട്ട് കർഷകരെ കുടിയിരുത്തിയ പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി. പൂർണ്ണമായും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിൽ പ്രധാന കൃഷി നെൽകൃഷിയാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് കൃഷിച്ചെലവ് കൂടുതലാണെങ്കിലും പരമ്പരാഗത കൃഷി എന്ന രീതിയിൽ കർഷകർ ഓരോ വർഷവും മക്കുവള്ളിയിൽ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇത്തവണ കർഷകർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കതിരാവേണ്ട നെല്ലിന് അജ്ഞാത രോഗം ബാധിച്ച് കൃഷി പൂർണ്ണമായി നശിച്ചു. ഈ നെല്ല് ഇത് അടിക്കണയാകാന്നാണ് പറയുന്നത്. അടിക്കണയാകുകയും അത് ഒരു 80 ദിവസത്തോടുകൂടി കതിര് പൊട്ടി ചാടുകയും ചെയ്യും. കതിര് പൊട്ടി ചാടി കഴിയുമ്പോഴും നമ്മൾക്ക് ഒരു പ്രതീക്ഷയുള്ളത് ഇത് വളയും എന്നുള്ളതാണ്. പക്ഷേ ഇതവിടുത്തെ കാലാവസ്ഥയുടെ ആണോ ഈ അസുഖത്തിൻ്റെ ആണോ എന്നറിയുന്നില്ല. ഈ സാധനം ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് സംശയം തോന്നി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നെല്ല് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മഴ കൂടുതലായിരിക്കും, കാലാവസ്ഥയുടെ ആയിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ 40 ഹെക്ടർ നിലമാണ് മക്കുവള്ളിയിലുള്ളത്. ഒരു കാലത്തും ഉണ്ടാകാത്തൊരു അനുഭവമാണ് നിലവിലിപ്പോഴും നെല്ലിന് കാണുന്നത്. മുഴുവൻ കുപ്പിച്ചു പോയി. കൃഷിക്കാരൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ 1 ഏക്കർ നിലം കിളച്ച് ഒരുക്കി കൃഷി ഇറക്കുമ്പോഴേക്കും ഏതാണ്ട് 45,000 രൂപ മുകളിൽ ചിലവ് വരും. ഈ 45,000 രൂപ മുടക്കി കൃഷി ചെയ്യുമ്പം ഞങ്ങൾക്ക് 1800 കിലോ നല്ല നെല്ലാണെങ്കിൽ കിട്ടും. ഈ വർഷം 1800 കിലോ, കഴിഞ്ഞ വർഷം 1800 കിലോ നെല്ല് കിട്ടുന്ന സ്ഥാനത്ത് ഈ വർഷം 180 കിലോ നെല്ല് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. 40 ഹെക്ടറിലധികം സ്ഥലത്തെ കൃഷിയാണ് ഒന്നായി നശിച്ചത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിഭവനിൽ നിന്നുള്ള അധികൃതരെത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും രോഗമെന്തെന്ന് കണ്ടെത്താനായില്ല. ഓരോ വർഷവും 1 ഹെക്ടറിൽ നിന്ന് ശരാശരി 1500 കിലോ മുതൽ 2500 കിലോ വരെ നെല്ല് മക്കുവള്ളി പാടശേഖരത്തിൽ ലഭിച്ചിരുന്നു. ഇത്തവണ 150 കിലോ പോലും നെല്ല് ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. കതിരാവേണ്ട നെല്ല് മുഴുവനും പതിരായി മാറിയതോടെ 1 വർഷത്തെ അധ്വാനം പാഴായി എന്നും കൃഷിച്ചെലവിനായി മാത്രം ലക്ഷത്തിലധികം രൂപ നഷ്ടമായെന്നും കർഷകർ പറഞ്ഞു. സർക്കാരിന്റെ പ്രത്യേക പരിഗണനയും ധനസഹായവും ലഭിച്ചാൽ മാത്രമേ മക്കുവള്ളിയിലെ കർഷകർക്ക് നിലനിൽക്കാനാവൂ. സിറ്റി വിഷൻ, ഇടുക്കി.